ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് യൂണീക്നെസ് ഓഫ് കാർബൺ. അത് നിങ്ങൾക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഈ കാർബൺ എന്തുകൊണ്ടാണ് യൂണീക്ക് ആവുന്നത്? ഒന്ന് നമുക്കറിയാം, കാർബണിന്റെ ടെട്രാ വാലൻസി ആണ് അല്ലെ. അപ്പോൾ അതിന് പിന്നെ കാറ്റിനേഷൻ ഉണ്ട്, ലോങ് ചെയിനും റിങ്ങും ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഡബിൾ, സിംഗിൾ, ട്രിപ്പിൾ ബോൺസ്, മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ഉള്ള ടെൻഡൻസി ഉണ്ട്. ഐസോമേഴ്സ് ഫോം ചെയ്യാം. പിന്നെ കാർബണിന്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ കാർബണിന്റെ കോമ്പൗണ്ട്സ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ഉണ്ടായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയും ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഒരുപാട് വെറൈറ്റി, ഒരു മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് എന്താ പറയുക. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഇത്രയും റിസർച്ച് നടക്കാൻ കാരണം എന്താണ്? കാർബൺ ഫോം ചെയ്യുന്ന വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ കാർബണ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻസ്, മെറ്റൽസ് ഇവരുടെ ഒക്കെ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? DNA അല്ലേ. നമ്മുടെ എല്ലാ എന്താ പറയാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? DNA അല്ലേ. അപ്പൊ DNAയിലും RNAയിലും പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇതിലൊക്കെ ആരുണ്ട്? കാർബൺ ചെയിൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് കാർബണിന്റെ ഒരു യുണീക്നെസ്. കാർബണിന്റെ കോമ്പൗണ്ട്സിന്റെ കെമിസ്ട്രി നമ്മൾ പ്രത്യേക ഒരു ബ്രാഞ്ച് ആയിട്ട് പഠിക്കാൻ തന്നെ കാരണം എന്താണ്? കാർബണിന്റെ യുണീക്നെസ് ആണ്. ഇത് വേണമെങ്കിൽ പാർട്ട് എയില് 1 മാർക്കിനോ 2 മാർക്കിനോ പാർട്ട് എയിൽ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും 2 എണ്ണോ 1 എണ്ണോ എങ്ങാനും എഴുതാനായിട്ട്. എപ്പോഴും 4 എണ്ണം പഠിച്ചു വെച്ചിരിക്കുക. നമുക്കിനി പാർട്ട് ബിയിലാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് 4 എണ്ണം മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. ഈ ആദ്യത്തെ 4 എണ്ണമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഞാനിവിടെ കൊടുത്തേക്കുന്നത്.